അങ്ങനെ കാത്തിരുന്ന കല്യാണ ദിവസം ഇങ്ങ് വന്നെത്തിയിട്ടുണ്ട്. ഈവനിങ് 4:30ക്കാണ് കല്യാണം നടക്കുന്നത്. രാവിലെ എല്ലാം ഒരു പരിപാടികളൊക്കെ ആയിട്ട് ഒരുങ്ങാൻ നേരം പെട്ടെന്നൊരു തത്രപ്പാടിലായിരുന്നു ഒരുക്കം കേട്ടോ. ഞാനും ഇച്ചാനും എൻ്റെ അമ്മയും പപ്പായും മിന്നുവും ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഹാളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആസ് യൂഷ്വൽ ഇന്ന് നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മിന്നുവിൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് അവൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അവൾക്ക് നല്ലോണം സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നു. നല്ലോണം കോംപ്ലിമെന്റ് ചെയ്യുന്നൊരു കളറായിരുന്നു കേട്ടോ അവൾക്ക്. അങ്ങനെ പള്ളിയിലെത്തി അവരുടെ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് അവർ മിന്നു കെട്ടാൻ പോവുകയാണ്. മിന്നു കെട്ടുന്ന ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലി ഇങ്ങനെ പുറകെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അവിടുന്ന് പുറത്തിറങ്ങി ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. അച്ചാച്ചനായിരുന്നു ഞങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ടുള്ളത്. എടുത്ത ഫോട്ടോയൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഇതാ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ ഒരു വെൽക്കം ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഈവനിങ് റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ ലൈറ്റിനൊന്നും ഒരു പഞ്ഞും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഈ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞാനും മിന്നുവും കൂടെ പോയിട്ട് എല്ലാം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ഒരു പപ്പായ ജ്യൂസും ഒരു വാട്ടർമെലൻ്റെ ജ്യൂസും കൂടെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പപ്പായയുടെ ജ്യൂസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഫുഡ് കൗണ്ടർ ആയിരുന്നു. റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ടീ ഷോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് കപ്പയും മീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചട്ടയും മുണ്ടൊക്കെ ഇട്ട് 2-3 ചേച്ചിമാർ നിൽപ്പുണ്ടായിരുന്നു. ഈ ചായക്കടയും അവിടുത്തെ റേഡിയോയും ഫോണും റാന്തലും ഒക്കെ കണ്ടപ്പോൾ പഴമയുടെ കുറേ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ എൻട്രി ആയിരുന്നു. രണ്ടുപേരുടെ ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് ഈ കല്യാണം നടന്നിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കട്ടല്ലേ. ഏതായാലും ആ പരിപാടിക്ക് ശേഷം നേരെ പോയി കേക്ക് കട്ടിംഗ് ആയിരുന്നു. കേക്ക് കട്ടിങ്ങിനൊക്കെ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പാലപ്പവും താറാവും എടുത്തതിന് ശേഷം പോയിട്ടൊരു ഇത്തിരി ബിരിയാണി കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചേന് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് കഴിച്ചത് കേട്ടോ. അതിനുശേഷം കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കൂടെ കഴിച്ചു. ഈ സമയത്ത് അവിടെ പാട്ടും പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പെണ്ണ് പോയി മന്ത്രോടിയൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ആഘോഷങ്ങളുടെ സമയമായിരുന്നു കേട്ടോ. എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് ഏതായാലും മിലു നല്ലതായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. മിലു മാത്രമല്ല ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. കണ്ടു നോക്ക് കേട്ടോ.